ചേട്ടൻ ഒരു ചുമട്ട് തൊഴിലാളിയാന്ന് പറഞ്ഞു. അത്രയും കായിക അധ്വാനമുള്ള ഒരാളാ അല്ലേ? എന്നിട്ട് എന്താ വണ്ണം കുറയാത്തതെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ കലോറി ഉള്ള ആഹാരം എന്താ? ചോറ്. നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാലറീസ്. അപ്പൊ നമ്മൾ ചോറിന്റെ അളവ് കുറയ്ക്കണം, പലഹാരങ്ങളുടെ അളവ് കുറയ്ക്കണം. അതുപോലെ നമ്മൾ ഈ മീനൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എക്സസൈസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ബീഫും പൊറോട്ടയൊക്കെ കൂടുതൽ കഴിച്ചാൽ നമ്മൾ അസുഖക്കാരാവും കേട്ടോ. നമ്മുടെ കിടക്കുന്നുള്ള ഇതുകൊണ്ടാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ആഹാരം കഴിക്കാം. ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, അപ്പം കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, ആഹാരം കഴിക്കാം, എല്ലാ ആഹാരം കഴിക്കാം. ഈ പൊറോട്ടയും ബീഫും കൂടുതലായിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കാം. പക്ഷെ കറി വെച്ച് കഴിക്കണം. നമ്മളെല്ലാം എങ്ങനെയാ കഴിക്കുന്നത്? ഫ്രൈ ചെയ്ത്. എണ്ണയുടെ അളവ് കുറയ്ക്കണം, മനസ്സിലായോ? ചേട്ടനിപ്പോ ഒരു 20 വയസ്സിൽ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? 50 കിലോ. ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ട്? 75. എത്ര? 25 കിലോ നമ്മൾ കൂട്ടി അല്ലേ? ഇപ്പൊ എത്ര പ്രായമുണ്ട്? 35. അപ്പൊ ഒരു 15 വർഷം കൊണ്ട് 25 കിലോ കൂടി. എന്താ നമ്മുടെ വെയിറ്റ് കൂടാൻ കാര്യം എന്നറിയോ? നമ്മുടെ വ്യായാമം ഇല്ലാത്തതും നമ്മൾ ആഹാരം കഴിക്കുന്നത് കൂടുതലും ഹൈ കാലറിയാണ്. അപ്പൊ ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കണം, പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം. ഫിഷ് വളരെ ഹെൽത്തിയാണ്, നമുക്ക് കറി വെച്ച് കഴിക്കാം കേട്ടോ. ചേട്ടൻ ഒരു ചുമട്ട് തൊഴിലാളിയാന്ന് പറഞ്ഞു. അത്രയും കായിക അധ്വാനമുള്ള ഒരാളാ അല്ലേ? എന്നിട്ട് എന്താ വണ്ണം കുറയാത്തതെന്ന് അറിയാമോ? നമ്മുടെ ആഹാരം ശരിയാകാത്തതുകൊണ്ടാണ്. മനസ്സിലായി? വേറെ ഒന്നും ചേട്ടൻ ചെയ്യണ്ട. ധാന്യങ്ങളുടെ അളവൊന്ന് കുറയ്ക്കുക, പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇനി തൊട്ട് വണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ.